ഓപ്പൺ ഫോറം. തുറസിന്റെ തുറമുഖങ്ങൾ. ഒരു തെരുവിന്റെ കഥ. ഒരു തെരുവിന്റെ കഥയിൽ കോഴിക്കോട് നഗരത്തിന്റെ വ്യാവസായിക ചരിത്രം തുടരുന്നു. നമ്മളോട് സംസാരിക്കുന്നത് ഡോക്ടർ ഷിനോയ് ജസിന്താണ്. മലബാർ ക്രിസ്ത്യൻ കോളേജിലെ ചരിത്ര ഗവേഷണ വിഭാഗം മേധാവിയായ അദ്ദേഹത്തിന്റെ വിവരണം കേൾക്കാം. ഈ ഫ്രെഡറിക് നിക്കോൾസന്റെ പേരുമായി ബന്ധപ്പെട്ടിട്ട് തന്നെ കോഴിക്കോട് മറ്റൊരു സ്ഥാപനം കൂടി കടന്നു വന്നിട്ടുണ്ട്. അത് വളരെ പ്രശസ്തമാണ്. ഇന്നിപ്പോൾ ആളുകൾക്ക് പറഞ്ഞാൽ മനസ്സിലാവും. അത് ഇന്നത്തെ നമ്മുടെ ഗാന്ധി റോഡ്, അതായത് ആ കാലഘട്ടത്തിൽ അതിന് ഇവാൻസ് റോഡ് എന്നായിരുന്നു പറയുന്നത്. ഇവാൻസ് റോഡിൽ അന്ന് തുടങ്ങിയ കേരള സോപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അപ്പോൾ കേരള സോപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ട് 1914 അത് ആക്ച്വലി കമ്പനിയായിട്ട് വരുന്നത്. അത് ഇദ്ദേഹം ഫ്രെഡറിക് നിക്കോൾസന്റെ ശ്രമഫലമായിട്ട് തന്നെ സ്ഥാപിച്ച ഒരു ഫേമായിരുന്നു, ഒരു കമ്പനിയായിരുന്നു. അത് പിന്നീട് 1963 വരെ ഇത് കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട്. ഇതിനിടയിൽ 1956 ഇത് മദ്രാസ് ഗവൺമെൻറ്റിൻ്റെ കയ്യിലായിരുന്നു ഈ കേരള സോപ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട്. പിന്നെ 64 ശേഷമാണത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ കയ്യിലേക്ക് പോകുന്നതും പിന്നീട് നമ്മൾ ഇന്ന് പറയുന്ന കേരള സോപ്സ് ആൻഡ് ഓയിൽസ് ഒക്കെ ആയിട്ട് അത് മാറുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം 1929-30 ആ ഒരു വാർഷിക റിപ്പോർട്ട് ഒരിക്കൽ കയ്യിൽ വന്ന സമയത്ത് അതിൻ്റെ ആ കാലഘട്ടത്തിൽ തന്നെ ആ സ്ഥാപനത്തിൻ്റെ ഒരു ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഏകദേശം 8 ലക്ഷം രൂപയായിരുന്നു. അപ്പോൾ അത്രയും വലിയ ഒരു സംരംഭം തന്നെയായിരുന്നു അതെന്ന് പറയാം. ഒരുപക്ഷെ കോഴിക്കോട് ഇന്ന് നമ്മൾ വ്യവസായങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്കറിയാം വലിയ വ്യവസായങ്ങളൊന്നും ഇന്നും നമ്മൾ കോഴിക്കോടില്ല. പക്ഷേ അന്ന് കോഴിക്കോട് അറിയപ്പെട്ടിരുന്ന വലിയ വ്യവസായങ്ങളിൽ ഒന്നിതായിരുന്നു. അത് ഞാൻ പറയാൻ കാരണം വെച്ചാൽ ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ സൂചിപ്പിച്ചിരുന്നു, കോഴിക്കോടിന്ന് ലോകം മുഴുവൻ കോഴിക്കോടിൻ്റെ പേരിനെ സ്പെസിഫൈ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഫേമസ് ആക്കിയിട്ടുള്ളൊരു വസ്തുവായിരുന്നു കാക്കി ക്ലോത്ത്. ഈ കാക്കി ക്ലോത്ത് പോലെ തന്നെ കോഴിക്കോടിൻ്റെ ബ്രാൻഡ് ചെയ്തു പോയ സോപ്പ് നിർമ്മാണം ഈ കേരള സോപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ടിലൂടെയാണ് ഡെവലപ്പ് ചെയ്യുന്നത്. അതിൽ പ്രധാനപ്പെട്ട ബ്രാൻഡുകളിൽ ഒന്ന് വാഷ്വെൽ സോപ്പായിരുന്നു. അതായത് തുണി അലക്കാൻ ഉപയോഗിക്കുന്ന വാഷ്വെൽ സോപ്പ്. അതിങ്ങനെ നീണ്ട ഒരു ബാറാണ്. അതിങ്ങനെ മുറിച്ചിട്ടാണ് അന്ന് ഉപയോഗിച്ചിരുന്നത് വാഷ്വെൽ സോപ്പ്. അതുപോലെ പലതരത്തിലുള്ള ടോയ്ലറ്റ് സോപ്പുകൾ ഉണ്ടായിരുന്നു. ടോയ്ലറ്റ് സോപ്പുകൾ പിന്നീട് നമുക്കറിയാം അത് മൈസൂർ സാൻഡിൽവുഡ് സോപ്പിൻ്റെ അതേ രീതിയിലൊക്കെ സാൻഡിൽ ചേർത്ത് കൊണ്ടുണ്ടാക്കിയിരുന്ന സോപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ ബാർ സോപ്പ് പല ടൈപ്പ് ഉണ്ടായിരുന്നു. വ്യത്യസ്തമായ 2 തരം സോപ്പുകളാണെന്നുണ്ടായിരുന്നു. അതൊന്ന് ഫിഷ് ഓയിൽ സോപ്പാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മീനെണ്ണ. അത് ഒരു പക്ഷേ അന്നത്തെ പരസ്യങ്ങളൊക്കെ കാണാൻ നല്ല രസമാണ്. പഴയ കാല മാഗസിൻസിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഈ ഫിഷ് ഓയിൽ സോപ്പിൻ്റെത്. കാരണം ആ മീനിൻ്റെ ചിത്രവും അത് ഇട്ട് കുളിച്ച് കഴിഞ്ഞാൽ ഭയങ്കര ആരോഗ്യം, നമ്മളെ ലൈഫ് ബോയിനെ കുറിച്ചൊക്കെ പറയുന്ന പോലെ ഭയങ്കര ആരോഗ്യമൊക്കെ ഉണ്ടാക്കുന്നൊരു സോപ്പാന്നൊക്കെ പറഞ്ഞ രീതിയിലുള്ള പരസ്യങ്ങൾ. ഇതൊന്നും ഉള്ളിലേക്ക് പോകുന്ന സാധനമല്ല, ഈ സോപ്പ് പുറത്ത് തേക്കുന്നതാണ്. പക്ഷെ എന്നാലും അതൊരു തമാശയായിട്ട് നമുക്കത് കാണാൻ പറ്റും. രണ്ടാമത്തൊന്ന് വെജിറ്റബിൾ ഓയിൽ സോപ്പാണ്. അതായത് വെജിറ്റബിൾ ഓയിൽ മിക്സ് ചെയ്തിട്ടുള്ള സോപ്പ് നിർമ്മാണം. അപ്പോൾ ഇങ്ങനെയുള്ള വെറൈറ്റി ആയിട്ടുള്ള സോപ്പുകൾ ഇതിൻ്റെ അകത്ത് നിന്ന് ഇറങ്ങിയിരുന്നു. പക്ഷേ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇതിനെ ലോകപ്രശസ്തമാക്കിയൊരു സംഭവമുണ്ട്. അത് ഇതേ കാലഘട്ടത്തിൽ, യുദ്ധകാലഘട്ടത്തിൽ ഈ ഡിഫൻസ് മേഖലകളിലേക്ക് ഇവർ സോപ്പുകൾ കയറ്റി അയച്ചിരുന്നു. ധാരാളം സോപ്പുകൾ കയറ്റി അയച്ചിട്ടുണ്ട്. പക്ഷേ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് എന്തായിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്ന് ഇന്ത്യയുടെ വൈസ്രോയ് ആയിരുന്ന ഏൾ ഓഫ് വെല്ലിംഗ്ടൺ, ഈ ഏൾ ഓഫ് വെല്ലിംഗ്ടൺ ആ കാലഘട്ടത്തിൽ നമ്മളെ ഇവിടെ വൈസ്രോയ് ആയിട്ടുണ്ടായിരുന്നത് 1931-36 കാലഘട്ടത്തിലാണ്. അപ്പോൾ ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിലേക്ക്, അതായത് ഇംഗ്ലണ്ടിലെ അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിലേക്കും ഇന്ത്യയിലെ അദ്ദേഹത്തിൻ്റെ പാലസിലേക്കൊക്കെ ഉപയോഗിക്കാനായിട്ട് ഈ കേരള സോപ്സ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അകത്തു നിന്നാണ് സോപ്പ് കൊണ്ടുവരുന്നത്. ആ സോപ്പിന് യൂറോപ്പിൽ അല്ലെങ്കിൽ ഇംഗ്ലണ്ടിൽ ഉണ്ടായിരുന്ന ഒരു പേരെന്ന് പറയുന്നത് വൈസ് റീഗൽസ് ലോഡ്ജ് സോപ്പ് എന്നാണ്. അപ്പോൾ ഈ സോപ്പിൻ്റെ
ഇന്ത്യൻ എഡിഷൻ ആയിട്ടായിരുന്നു അതിനെ വെല്ലിംഗ്ടൺ സോപ്പ് എന്നുള്ള പേര് പറഞ്ഞിട്ട് ഒരു ലോക്കൽ ബ്രാൻഡിങ് കൊടുത്തുകൊണ്ട് ഈ സോപ്പ് ഇന്ത്യയിൽ പ്രചരിക്കുകയാണ്. ഇത് വൻ തോതിലാണ് കയറ്റുമതി പോയിരുന്നത്. കാരണം വെല്ലിംഗ്ടൺ സോപ്പ് എന്ന് പറഞ്ഞൊരു വൈസ്രോയ് ഉപയോഗിക്കുന്ന സോപ്പ് എന്നുള്ള രീതിയിൽ അതിന് വൻ പ്രചാരം കിട്ടുന്നത്. ഇത് ഇന്ത്യയിൽ മാത്രമല്ല, ഇന്ത്യക്ക് പുറത്തും അതുപോലെ തന്നെ ഈ ബ്രിട്ടൻ്റെ കോളനികളായിട്ടുള്ള ബർമ്മ, അതുപോലെ മലയാന്നാണല്ലോ, ശ്രീലങ്ക, അങ്ങനെയുള്ള പല സ്ഥലങ്ങളിലേക്കും ഇത് കയറ്റി അയച്ചിരുന്നു. അപ്പോൾ അന്ന് തന്നെ ബ്രാൻഡിങ് അല്ലെങ്കിൽ ഇങ്ങനെ വിദേശത്തേക്ക് നമ്മളിവിടെ ഉണ്ടാക്കുന്ന ഒരു വ്യവസായ സംരംഭത്തിൻ്റെ പ്രോഡക്ട്സ് പോവുകയും അത് മാർക്കറ്റിൽ ഭയങ്കര ഒരു ഡിമാൻഡുള്ളൊരു പ്രോഡക്റ്റായിട്ട് മാറുകയും ചെയ്യുന്നത് ആ കാലഘട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഈ കേരള സോപ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ശരിക്കും പറഞ്ഞാൽ അത് മദ്രാസ് പ്രസിഡൻസിൽ മദ്രാസ് ഗവൺമെൻറ്റിൻ്റെ കീഴിലുണ്ടായിരുന്നു, അല്ലാതെ അതൊരു പ്രൈവറ്റ് ഇനീഷ്യേറ്റീവ് ആയിരുന്നില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 1964 ശേഷമാണ് ഇത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഒരു ഇതിലേക്ക് വരികയും ഇതിൽ 2 പ്രോഡക്ട്സൊക്കെ വ്യത്യസ്തമായിട്ട് ഇറക്കാൻ തുടങ്ങുന്നതും ഇപ്പം ഓയിൽ മില്ലിൻ്റെ ഒരു ഇതും കൂടി ഉണ്ടായിരുന്നു. ആ സമയത്ത് എനിക്ക് തോന്നുന്നത് അവിടുത്തെ ഈ നമ്മുടെ ഗാന്ധി റോഡ് അല്ലെങ്കിൽ വെള്ളയിൽ ഭാഗത്തുണ്ടായിരുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒരു പ്ലാന്റ് അവിടെ നിന്ന് മാറ്റി ഇവിടെ ഓഫീസ് മാത്രമായിട്ട് നിലനിർത്തണം. പ്ലാന്റ് അവർ വെസ്റ്റ് ഹില്ലിലേക്ക് മാറ്റുന്നുണ്ട്. ആ വെസ്റ്റ് ഹിൽ പ്ലാന്റിൽ നിന്നാണ് പിന്നീട് അവർ വനസ്പതി അതുപോലെ തന്നെ റിഫൈൻഡ് ഓയിൽ ഒക്കെ നിർമ്മിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതിൽ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു റിഫൈൻഡ് ഓയിലായിരുന്നു വിമല റിഫൈൻഡ് ഓയിൽ എന്ന് പറഞ്ഞത്, കോഴിക്കോട് നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ മൈസൂർ സാൻഡലിൻ്റെ ഒരു ഇതൊക്കെ അവർ ഇവിടെ വന്നിട്ട് ഉണ്ടാക്കുന്നൊക്കെ നമുക്ക് കാണാൻ പറ്റും. പിന്നീട് ഈ കമ്പനി പൂട്ടിപ്പോകുന്നതൊക്കെ നമുക്കറിയാം, സമരവും കാര്യങ്ങളൊക്കെ കമ്പനി പൂട്ടിപ്പോകുന്നു. പിന്നീട് വളരെ കാലത്തിന് ശേഷം ഇപ്പോൾ വീണ്ടും അത് വരുന്നു. പക്ഷേ ഇപ്പോഴത്തെ മാർക്കറ്റ് എനിക്കറിയില്ല എന്താണ് ആ സോപ്പിൻ്റെ മാർക്കറ്റ് എന്നുള്ളത്. പക്ഷെ ചരിത്രത്തിലേക്ക് നമ്മൾ നോക്കുന്ന സമയത്ത് ആ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും പ്രൗഢഗംഭീരമായിട്ട് നിന്നിരുന്ന കോഴിക്കോടിൻ്റെ മുദ്ര ചാർത്തിയിരുന്ന ഒരു വ്യവസായമായിരുന്നു ഈ സോപ്പ് നിർമ്മാണം. അതിപ്പോൾ ബാസൽ മിഷൻ ഓട് ആയാലും ബാസൽ മിഷൻ്റെ ക്ലോത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിരുന്നു. അന്ന് രാജ്ഞിയുടെ തീന്മേശകളൊക്കെ അലങ്കരിച്ചിരുന്നത് ഈ കോഴിക്കോട് നിന്നുള്ള ഈ ക്ലോത്തും കാര്യങ്ങളൊക്കെയാണ് അന്ന് ഉപയോഗിച്ചിരുന്നത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ഒരു അണ്ടർടേക്കിംഗ് ആയിരുന്നു കാലിക്കറ്റ് സോപ്സ് ആൻഡ് കാൻഡിൽസ് കമ്പനി ലിമിറ്റഡ്, അതായത് മെഴുകുതിരി നിർമ്മാണം. ഇത് 1926 രജിസ്റ്റർ ചെയ്തതായിട്ട് കാണുന്നത്. അതിനെക്കുറിച്ച് കാര്യമായ ഡീറ്റെയിൽസ് ഒന്നും പലപ്പോഴും എനിക്ക് ലഭിച്ചിട്ടില്ല. പക്ഷെ എന്നാലും സമാന്തരമായിട്ട് അങ്ങനെ ഒരു സോപ്പ് കമ്പനി കോഴിക്കോട് നിന്ന് ഉണ്ടായിരുന്നു. അതായത് കോഴിക്കോടിൻ്റെ പേരിൽ തന്നെ ഇന്ന് ഇതേ പേരിൽ എനിക്ക് തോന്നുന്നു ഫറോക്കിലോ ഇവിടെ ഏതൊക്കെയോ സ്ഥലങ്ങളിൽ ഏകദേശം ഇതിനോട് സാമ്യമായ പേരിലുള്ള കമ്പനികളുണ്ട്. പക്ഷേ അതിനിതായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് എനിക്കറിയില്ല. പിന്നെ കോഴിക്കോട് തന്നെ ഒരു വലിയ ഒരു ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ദി ഇംപീരിയൽ കെമിക്കൽ ഇൻഡസ്ട്രീസ് ഇന്ത്യ ലിമിറ്റഡാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ കമ്പനി ആക്ച്വലി ലണ്ടനിലെ മിൽ ബ്രാൻഡ് എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു ഇതിൻ്റെ ഒറിജിനൽ ഓഫീസ്. അതിൻ്റെ ഒരു ബ്രാഞ്ചാണ് കോഴിക്കോട് ഉണ്ടായിരുന്നത്. ഇതിൻ്റെ ആസ്ഥാനം ഞാൻ നേരത്തെ പറഞ്ഞു 1926 തന്നെയാണ് ഇതും സ്ഥാപിക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു മൾട്ടിനാഷണൽ ഇൻഡസ്ട്രി ആയിരുന്നു. ഇതിൻ്റെ ശാഖകൾ ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, അതുപോലെ ബംഗ്ലാദേശ്, ശ്രീലങ്ക, ഇവിടെയൊക്കെ ഇതിൻ്റെ ബ്രാഞ്ചുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരൊരു കെമിക്കൽ ഫാക്ടറിയാണ്. ആക്ച്വലി ഇവർക്ക് ഒരുപാട് പ്രോഡക്ട്സുകൾ ഉണ്ടായിരുന്നു, ഒരുപാട് തരത്തിലുള്ള പ്രവർത്തനങ്ങളുണ്ടായിരുന്നു. പക്ഷേ കോഴിക്കോട് ബ്രാഞ്ചിൽ ഇവർ പ്രൊഡ്യൂസ് ചെയ്തിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വടക്കേ ഇന്ത്യയിലുള്ള പഞ്ചസാര ഫാക്ടറികളുണ്ടല്ലോ, ഷുഗർ ഫാക്ടറീസ്, ഈ ഫാക്ടറിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു പ്രത്യേകതരം ഹയസ്റ്റ് ഗ്രേഡ് കെമിക്കൽസാണ് ഇവർ നിർമ്മിച്ചുകൊണ്ടിരുന്നത് കോഴിക്കോട്. എനിക്കതിൻ്റെ പ്രോസസ്സ് അറിയില്ല എന്താണ് ഈ പഞ്ചസാരയുമായിട്ടുള്ള ബന്ധം എന്നുള്ളത്. പക്ഷെ പഞ്ചസാര നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള ഒരു ഹൈ ഗ്രേഡ് കെമിക്കൽസുകൾ ആണ് ഈ കോഴിക്കോട് വെച്ചിട്ട് ഇവർ ഉണ്ടാക്കിയിരുന്നത്. അപ്പം ഈ തരത്തിൽ ഉള്ള മൾട്ടിനാഷണൽ കമ്പനീസും അന്നത്തെ കാലത്ത് കോഴിക്കോട് ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയാണ്. ഇതുപോലെയുള്ള പല ടൈപ്പ് ഫേംസ് ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ തദ്ദേശീയരായിട്ടുള്ള ആളുകൾ തുടങ്ങിയ ഫേംസും കൂടി നമ്മൾ കണക്കിലെടുക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും കോഴിക്കോടിൻ്റെ വ്യവസായിക ചരിത്രം എന്ന് പറയുന്നത്. അതൊരു പക്ഷേ തദ്ദേശീയമായിട്ട് നോക്കുമ്പം പാർസികളിൽ നിന്ന് തുടങ്ങി നമ്മുടെ ഇവിടുത്തെ ചെട്ടിയാന്മാരിൽ നിന്ന് തുടങ്ങി ഒരുക്കം ബിർള കമ്പനി വരെ എത്തി നിൽക്കുന്ന, ഗോളിറൈൻസ് പോലുള്ള കമ്പനി വരെ എത്തി നിൽക്കുന്ന വ്യവസായ ഭീമന്മാരുടെ ഒരു കഥ കൂടി നമുക്ക്, അല്ലെങ്കിൽ ഒരു ചരിത്രം കൂടെ ഇവിടെ പരാമർശിച്ച് കഴിഞ്ഞാലേ ഉള്ളൂ കോഴിക്കോടിൻ്റെ ഒരു വ്യാവസായിക ചരിത്രം പൂർണ്ണമാവുന്നുള്ളൂ. അതെനിക്ക് തോന്നുന്നു മറ്റൊരവസരത്തിൽ നമുക്ക് സംസാരിക്കാം.
കോഴിക്കോടിൻ്റെ വ്യാവസായിക ചരിത്രം അടുത്തയാഴ്ച തുടർന്ന് കേൾക്കാം. അവതരണം ഡോക്ടർ ഷിനോയ് ജസിന്ത്. നിർവഹണ സഹായം നിമൽ MN. ഒരു തെരുവിൻ്റെ കഥ. ഓപ്പൺ ഫോറം. തുറസിന്റെ തുറമുഖങ്ങൾ.